ഹായ് ഫ്രണ്ട്സ്, എൽ ഡി ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 141/2021. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർ നോട്ട് കറക്റ്റ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് 2ഉം 4ഉം. തെറ്റായിട്ടുള്ള ആൻസറാണ്. തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്, അതായത് ഇന്റർനാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ബന്ധമുള്ള ഏതൊക്കെയാണ്? ഫസ്റ്റ് സെഷൻ ഓഫ് INC വാസ് ഹെൽഡ് അറ്റ് തേജ്പാൽ സംസ്കൃത് പാഠശാല ഇൻ ബോംബെ. അടുത്ത ഓപ്ഷൻ ഏതാണ്? ദ ഫസ്റ്റ് സെഷൻ ഇൻ ബോംബെ ദെയർ വെയർ 72 ഡെലിഗേറ്റ്സ്. ഇതാണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദി ഫോളോയിങ്. 1857 റിവോൾട്ട്, അതുമായി ബന്ധപ്പെട്ട നടന്ന സ്ഥലങ്ങളുമാണ് പറയുന്നത്. ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, കാൺപൂരിൽ നാനാ സാഹിബ്, ബറേലിയിൽ ഖാൻ ബഹദൂർ. ഇങ്ങനെയാണ് വരുന്നത്. A4, B3, B3, C2, D1 എന്ന ക്രമത്തിലാണ് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിമാലയൻ പാസസ് ആർ ലൊക്കേറ്റഡ് ഇൻ സിക്കിം? സിക്കിമിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പാസസ് ഏതൊക്കെയാണ്? നാഥുല പാസും ജലപ്ല പാസും. 1, 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ഫോർ 2021 വാസ് പ്രസന്റഡ് ടു ആർക്കൊക്കെയായിരുന്നു? 2021 ഡേവിഡ് ജൂലിയസിനും ആൻഡം പട്ടാപോട്ടിയൻ എന്ന് പറയുന്ന ഇവർക്ക് രണ്ടുപേർക്കുമായിരുന്നു അന്ന് 2021 മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ഇത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. എന്നാൽ 2025 മെഡിസിനുള്ളത് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയായിരുന്നു? മേരി ഇ ബ്രൂൺഗോ, ഫ്രെഡ് റാംസ്ഡൽ ആൻഡ് ഷിമോൺ സക്കാഗുച്ചി. ആർക്കൊക്കെയായിരുന്നു? ഷിമോൺ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡൽ, മേരി ഇ ബ്രൂൺഗോ എന്നിവർക്കായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. ഇത് തെറ്റായിരുന്നു, ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ് ബീച്ചസ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഡിസ്ട്രിക്ട് ഓഫ് കേരള. ബീച്ചസും ഡിസ്ട്രിക്റ്റും. പാപനാശം എവിടെയാണ്? പാപനാശം തിരുവനന്തപുരം, മുനമ്പം എറണാകുളം, തങ്കശ്ശേരി കൊല്ലം, സ്നേഹതീരം എവിടെയാണ്? തൃശ്ശൂർ. പാപനാശം തിരുവനന്തപുരം, മുനമ്പം എറണാകുളം, തങ്കശ്ശേരി കൊല്ലം, സ്നേഹതീർത്ഥം തൃശ്ശൂർ. സ്നേഹതീരം എന്നാണ് തൃശ്ശൂർ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് ക്യാൻസൽ ആയിരുന്നു. ഇനി മാച്ച് ദി ഫോളോയിങ് ഏതൊക്കെയാണ്? എയും ബിയും മേജർ ന്യൂക്ലിയർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യയും അത് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സും ഏതൊക്കെയാണെന്നാണ്. ഇതിൽ താരാപൂർ വരുന്നത് മഹാരാഷ്ട്ര, കാക്കർപാറ വരുന്നത് ഗുജറാത്ത്, റാവൽഭട്ട വരുന്നത് രാജസ്ഥാൻ, കൈഗ വരുന്നത് കർണാടക. A3, B1, C4, D2 എന്ന ക്രമത്തിലാണ് വരുന്നത്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ നോട്ട് കറക്റ്റ് അബൌട്ട് GST? GSTയുമായി ബന്ധം ഇല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ പ്രൈം മിനിസ്റ്റർ ഈസ് ദി ചെയർമാൻ ഓഫ് GST കൗൺസിൽ എന്നുള്ളത് തെറ്റാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ 1 ജൂലൈ 2018. അതും തെറ്റാണ്. ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ലക്ഷറി ടാക്സ്, ഒക്ട്രോയ് ആൻഡ് എന്റർടൈൻമെന്റ് ടാക്സസ് ആർ മെർജ്ഡ് ഇൻടു GST. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അടുത്ത GST ഈസ് അറേഞ്ച്ഡ് അണ്ടർ 4 സ്ലാബ്സ് എന്നായിരുന്നു. അത് 2021 ആയതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ 12%, 28% ഇപ്പോൾ ആ സ്ലാബുകളില്ല. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക്കേഷനും സോഷ്യൽ റിഫോമറും.
താണ്ഡവ ലക്ഷണം വേദബന്ധു. അടുത്ത മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. അമൃതവാണി സ്വാമി ആഗമനന്ദ. ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദ. ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ടു റീഡ് ദി ചെക്ക്. ഏത് MECR ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ഡോക്യുമെന്റ് അപ്പിയേഴ്സ് ഇൻ സ്റ്റാറ്റസ് ബാറിലാണ് വന്നത്. ഇന്റർനെറ്റ് ഈസ് എ 1. A7:A9 ഇൻഡിക്കേറ്റ്സ് എന്ന് പറയുന്ന സെൽ റേഞ്ചസ് ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഏതാ? സെൽ A7 through A9. നോൺ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ഏതാണെന്നാണ്. നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്? തെർമൽ പ്രിന്റർ ആണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഏതൊക്കെയാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്ററും ലീൻ പ്രിന്ററും ഒക്കെ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. അടുത്ത ഡിറ്റക്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്. അതേതാണ്? F7 ആണ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് ഇൻ എ കറണ്ട് പ്രസന്റേഷൻ. Ctrl+M ആണ്. ബിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അടുത്ത നോട്ട് എ ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ട് സ്റ്റൈൽ അല്ലാത്തത് സബ്സ്ക്രിപ്റ്റ് ആണ്. ബോൾഡ്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ് ഫോണ്ട് സ്റ്റൈൽസ് ആണ്. അടുത്ത നോട്ട് എ വെബ് ബ്രൗസർ. XML, സഫാരി, നെറ്റ്സർഫ്, ഒപ്പേറ ഒക്കെ വെബ് ബ്രൗസർ ആണ്. ഇൻ എക്സൽ ഓൾ ഫോർമുല ബിഗിൻസ് വിത്ത് ഈക്വൽ ടു സിമ്പിളിലാണ്. വയർലെസ് മൗസ് അത് ഡിലീറ്റ് ആയിരുന്നു. ഫോണ്ട് സൈസ് മെഷേർഡ് ഇൻ. ഫോണ്ട് സൈസ് എങ്ങനെ മെഷർ ചെയ്യുന്നത്? പോയിന്റ്സിലാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു റിട്ടേൺ ദി റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ ഡിവൈസർ. മോഡ് ആണ് ആൻസർ. Ctrl+= കീ ദിസ് ഷോർട്ട് കട്ട് ഈസ് ഫോർ സബ്സ്ക്രിപ്റ്റ്. നോട്ട് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ്. നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഇത് എല്ലാം തന്നെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. സ്വിച്ച്, ബ്രിഡ്ജ്, ഹബ്ബ്. വോളറ്റൈൽ മെമ്മറി ഏതാണ്? RAM ആണ്. നോൺ വോളറ്റൈൽ ആണ് റോമും പ്രോമും. അടുത്ത കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്ക്. ബ്ലൂറേ ഡിസ്കിന്റെ സിംഗിൾ സൈഡഡ് ആയിട്ടുള്ള 25 GB ആണ് അതിന്റെ കപ്പാസിറ്റി. ലാൻഡ്സ്കേപ്പ് ഏതാണ്? പേജ് ഓറിയന്റേഷൻ ആണ് ലാൻഡ്സ്കേപ്പ്. ടേബിൾസ് ഇൻക്ലൂഡ് എല്ലാം തന്നെ ഉണ്ട്. ഓൾ ഓഫ് ദി അബോവ് ആണ്. റോയും കോളവും സെൽസും. എ ഫയൽ ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ആഡ് ടു പവർ പോയിന്റ് ഷോസ്. ഇത് എല്ലാം ഉണ്ട്. ഓൾ ഓഫ് ദി അബോവ് ആണ്. ഇനി W3C സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് W3C? വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. 34ാമത്തെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് പിക്സൽസ് ഡിസ്പ്ലേഡ് ഇൻ ദി കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് കാൾഡ് റെസൊല്യൂഷൻ. ലോങ് ടെക്സ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു മെനി ലൈൻസ് വിത്തിൻ എ സെൽ ത്രൂ റാപ്പ് ടെക്സ്റ്റ് ഇൻ ഫോർമാറ്റ് സെൽസ്. ഇൻ എക്സൽ ബൈ ഡിഫോൾട്ട് ന്യൂമറിക് വാല്യൂസ് അപ്പിയർഡ് ഇൻ. ഡിഫോൾട്ട് ആയിട്ട് എക്സലില് ന്യൂമറിക് വാല്യൂസ് അപ്പിയർ ചെയ്യുന്ന എവിടെയാണ്? റൈറ്റ് അലൈൻഡ് ആണ്. റൈറ്റ് അലൈൻമെന്റിലാണ് ന്യൂമറിക് വാല്യൂസ് വരുന്നത്. ക്യാരക്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ലെഫ്റ്റ് അലൈൻമെന്റിലാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു വ്യൂ സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോയുടെ ഫംഗ്ഷൻ കീ ഏതാണ്? F5 ആണ് സ്ലൈഡ് ഷോയുടെ ഫംഗ്ഷൻ കീ. വിൻഡോസ് ബേസ്ഡ് കമാൻഡ് ടു വ്യൂ IP അഡ്രസ് ഏതാണ്? IP config ആണ് ആൻസർ വരുന്നത്. IP config. ഇൻ വേർഡ് മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ്. മെയിലിംഗ് ലിസ്റ്റിന് എന്താണ് പറയുന്നത്? വേർഡിലെ മെയിലിംഗ് ലിസ്റ്റിന് പറയുന്ന പേരാണ് ഡേറ്റ സോഴ്സ്. ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ഫോർ ഡ്രോപ്പ് ക്യാപ്പ്. ഡിഫോൾട്ട് ആയിട്ടുള്ള ഡ്രോപ്പ് ക്യാപ്പ് ഏതാണ്? 3 ആണ്. മാക്സിമം വരുന്നത് 10. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദ്യം. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാണെന്നത്? അവീര ആണ് ആൻസർ വരുന്നത്. ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ലെറ്റേഴ്സ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്. കട്ടും പേസ്റ്റും. Ctrl+P ഈസ് യൂസ്ഡ് ടു ഓപ്പൺ പ്രിന്റ് ഡയലോഗ് ബോക്സ് ആണ് Ctrl+P.
ഷോർട്ട്കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് കോപ്പിറൈറ്റ് സിമ്പൽ. കോപ്പിറൈറ്റ് സിമ്പൽ എന്നുള്ള ഷോർട്ട്കട്ട് കീ ഏതാണ്? ഓൾട്ട് കൺട്രോൾ സി ആണ്. ഓൾട്ട് കൺട്രോൾ സി ആണ് കോപ്പിറൈറ്റ് സിമ്പൽ. സ്മാളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ഇൻ ഫോണ്ട് സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഏതാണ്? 8ഉം 72. 8 ആൻഡ് 72 ആണ് ആൻസർ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഏതാണ്? ലിനക്സ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. C++ഉം ജാവയും ഒക്കെ എന്താണ്? ലാംഗ്വേജസ് ആണ്. അടുത്ത ദ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവരി വൺ ഈസ് ഏതാണ്? ഫ്രീ വെയർ ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവരി വൺ. ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം ഇൻസേർട്ട് ആണ്. ഇൻസേർട്ട് ടാബിലാണ്. അപ്ലൈ ഡിഫറെൻറ്റ് പേജ് ഫോർമാറ്റിംഗ് ടു ദി സെയിം ഡോക്യുമെന്റ്. സെക്ഷൻ ബ്രേക്ക് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻപുട്ട് ഡിവൈസ് ഇതിൽ ഏതാണെന്നാണ്. അത് ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? സ്കാനർ ആണ്. ബാക്കി സ്പീക്കർ, പ്രിന്റർ, പ്ലോട്ടർ ഒക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. വിച്ച് മെത്തേഡ് ഓഫ് ടൈപ്പിംഗ് ഈസ് ജനറലി ഫോളോഡ് ടു അറ്റൈൻ ഹയർ സ്പീഡ് ആൻഡ് അക്യുറസി? ടച്ച് മെത്തേഡ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന 1 only ആണ്. അടുത്ത 52 യൂസിങ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ക്യാൻ വി ഡിസെൻഗേജ് ദി സിലിണ്ടർ ടു റൊട്ടേറ്റ് ഫ്രീലി? സിലിണ്ടറിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? പുഷ് ബട്ടണും സിലിണ്ടർ റിലീസ് ലിവറും. 1ഉം 3ഉം. അടുത്തത് വിച്ച് എമംഗ് ദി ഫോളോവിങ് ഹെൽപ്സ് ടു മൂവ് ദി കാരേജ് ലെഫ്റ്റ് വേർഡ്സ്? ലെഫ്റ്റ് വേർഡ് സ്പേസ് ബാറും ക്യാരക്ടർ കീസും. സ്പേസ് ബാർ, ക്യാരക്ടർ കീസ് ഒക്കെ. അടുത്തത് വൈൽ ടൈപ്പിംഗ് 2 സ്പേസ് ആർ ടു ബി പ്രൊവൈഡഡ് ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പിനും ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷമാണ് 2 സ്പേസസ്. സെമിക്കോളന് ശേഷം 1 സ്പേസ് ആണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് റിമെയിൻസ് ഐഡിയൽ വൈൽ ടൈപ്പിംഗ് യൂസിങ് ബ്ലൈൻഡ് മെത്തേഡ്? ഏതാണ്? ലെഫ്റ്റ് തമ്പാണ് ആൻസർ വരുന്നത്. 1 only. അടുത്ത 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വീട് അക്കോമഡേഷൻ, അതും ക്യാൻസൽ ആയിരുന്നു. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ നോട്ട് ട്രൂ? ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഏതാണ്? മൂന്നാമത്തെയാണ് തെറ്റ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ റിട്ടൺ ടു ഗെറ്റ് പേഴ്സണൽ അറ്റൻഷൻ ഓഫ് ദി അഡ്രസ്സി. അത് കറക്റ്റ് ആണ്. ജനറലി ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ക്യാരീസ് കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റേഴ്സ്. കോൺഫിഡൻഷ്യലും അർജന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് ഇതിൽ പറയുന്നത്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ ഈസ് റിട്ടേൺ ആൻഡ് പാസ്ഡ് ബിറ്റ്വീൻ ഒഫീഷ്യൽസ്. അതും കറക്റ്റ് ആണ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ല കൺക്ലൂഡ് ചെയ്യേണ്ടത്, യുവേഴ്സ് സിൻസിയർലി ആണ് വരേണ്ടത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വരേണ്ടത് എവിടെയാണ്? ഒഫീഷ്യൽ ലെറ്റേഴ്സിലൊക്കെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണ് വരുന്നത്. ഇനി M/S ഈസ് യൂസ്ഡ് ഇൻ ഇൻസൈഡ് അഡ്രസ് ആസ് എ ടൈറ്റിൽ ടു. എവിടെയാണ് M/S? കമ്പനി ഫേംസിലൊക്കെയാണ് M/S യൂസ് ചെയ്യുന്നത്. അടുത്തത് ദ കോംപ്ലിമെന്ററി ക്ലോസ് ഓഫ് യുവേഴ്സ് ട്രൂലി ഈസ് യൂസ്ഡ്. എവിടെയാണ് യുവേഴ്സ് ട്രൂലി ഉപയോഗിക്കുന്നത്? അത് ബിസിനസ് ലെറ്റേഴ്സിലാണ്. യുവേഴ്സ് ട്രൂലി ഉപയോഗിക്കുന്നത്. ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹോം കീസ് ഇൻ എ ടൈപ്പ് റൈറ്റർ ആർ. ഹോം കീസിൽ ഏതൊക്കെയാണ്? ASDFും സെമിക്കോളൻ LKJ. ASDF സെമിക്കോളൻ LKJ. 1ഉം 2ഉം ആണ് ആൻസർ. അടുത്തത് സിനോണിം ഓഫ് ഡിസ്ട്രസ്. ഡിസ്ട്രസിന്റെ സിനോണിം ഏതാണ്? ഡിസ്ട്രസിന്റെ സിനോണിം ആംഗ്വിഷ് ആണ്. ആംഗ്വിഷ്. അത് ഡാഷ് മീൻസ് ആൻ ഇൻക്ലിനേഷൻ ടു ഫൈറ്റ്. അത് അഗ്രഷൻ ആണ്. അടുത്തത് സ്കോർച്ചിങ് ഈസ് ആൻ. സ്കോർച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? സ്കോർച്ചിങ് അതൊരു അഡ്ജക്റ്റീവ് ആണ്. അടുത്ത എവരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ പ്ലേ ഗ്രൗണ്ട്. ഹാസ് ആണ് വരുന്നത്. ഡാഷ് മീൻസ് ടു എസ്കേപ്പ് ഫ്രം പണിഷ്മെന്റ്. ബട്ടർ അപ്പ്. എസ്കേപ്പ് ഫ്രം പണിഷ്മെന്റ്, ബട്ടർ അപ്പ്. ബീറ്റ് ദി റാപ്പ് ആണ് ആൻസർ വരുന്നത്. 67ാമത്തെ ഡാഷ് ഇസ് എ പാസീവ് ഫോം. ഈ ആൻസർ വരുന്നത് ഹി വാസ് ഗിവൺ എ പെൻ. ഡാഷ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. ഏതാണ്? അക്കമഡേഷൻ ആണ് വരേണ്ടത്. അത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അക്കമഡേഷൻ എന്നുള്ളത്. അതിനകത്തുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഇതാണ് സിലബിഫൈഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അക്കോമഡേഷൻ്റെ സ്പെല്ലിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഹാർഡ്ലി സ്പീക്സ് ഇംഗ്ലീഷ്. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡാണ് ഹാർഡ്ലി. അപ്പം ഡസ് ഹി ആണ് വരേണ്ടത്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം. ഇനി അമിത് ട്രാവൽഡ് ബൈ ബസ് ആണ് വരേണ്ടത്. ഐ ഹാവ് ബീൻ ടേക്കൺ ഡാഷ് സ്റ്റാമ്പ് കളക്ഷൻ. അത് വരേണ്ടത് ടേക്കൺ അപ്പ് ആണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് മൈ ജേർണി ടു ഡൽഹി ഐ സോ എ ആണ് വരേണ്ടത്. വൺ ഐഡ് മാൻ. ശ്രുതി സെഡ് പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ക്യാൻ ബി റിപ്പോർട്ട് as ശ്രുതി റിക്വസ്റ്റഡ് മീ ടു വെയിറ്റ് there till she returned. If you told the truth, ആൻസർ വരുന്നത് യു വുഡ് നോട്ട് ബി പനിഷ്ഡ്. രോഹിത് ഡാഷ് ഇൻ ഡൽഹി ഫോർ ദി ലാസ്റ്റ് 5 years. അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഹാസ് ബീൻ ലിവിങ് ആണ് ആൻസർ വരുന്നത്. അടുത്ത 76ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഐ ഡാഷ് ദി സ്കൂൾ. അതിന് ആൻസർ വരുന്നത് റീച്ച്ഡ് ആണ്. വെൻ ഐ റീച്ച് ദി സ്കൂൾ ദ PTA മീറ്റിംഗ് ഹാഡ് ഓൾറെഡി ബിഗൺ. വിച്ച് പാർട്ട് ഹാസ് റോങ്? ഇറർ ആയിട്ടുള്ള ഏതാണ്? ദ ബെസ്റ്റ് സ്റ്റുഡൻറ് എന്ന് പറയണമായിരുന്നു. അപ്പോൾ 2 ആണ് തെറ്റ്. ഇനി അടുത്തതിനകത്ത് 79ാമത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദി ജംബിൾഡ് വേർഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് CAEBD. സി ആണ് ആൻസർ വരുന്നത്. അടുത്ത് നോ സൂണർ ഡിഡ് ഐ റീച്ച് ദി സ്റ്റേഷൻ. ആൻസർ വരുന്നത് ദാൻ ആണ്. നോ സൂണർ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്. അതാണ് ആൻസർ വരുന്നത്. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? പ്രാതിനിധ്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? കൈയക്ഷരം. കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 2 ആന ചരിഞ്ഞു. അർത്ഥപഞ്ചാശത്ത് എന്നത് ഏത് സംഖ്യയെ കുറിക്കുന്ന വാക്കാണ്? 25. സ്റ്റേറ്റ്മെന്റ് എന്നതിന്റെ വിവർത്തിത പദം ഏതാണ്? കൈപ്പീത്ത്. പയസിന്റെ കടൽ എന്നതിനു തുല്യമായ പദം ഏതാണ്? പയോധതിയാണ് കറക്റ്റ്. സമാനനായ പതിയോടുകൂടിയവൾ എന്നതിന് തുല്യമായ പദം ഏതാണ്? സപത്നി. അത് ഉറി എന്ന വാക്കിന്റെ പര്യായ പദം തിരഞ്ഞെടുത്തത്. കാജമാണ് ഉറി. കാജം, ഉറി. അത് താഴെ കൊടുത്തിരിക്കുന്നത് സ്വർണം എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ്? അത് ക്യാൻസൽ ആയിരുന്നു. ഉറുമ്പ് എന്ന വാക്കിന്റെ പര്യായ പദം പിപ്പീലികയാണ് ആൻസർ. ഐഹികത്തിന്റെ ആൻസർ ഓപ്പോസിറ്റ് ഏതാണ്? പാരത്രികമാണ്. പാരത്രികം. അത് സോപാധികം, വിപരീത പദം എഴുതുക. അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്താണ്? ചുരുക്കി പറയുക. ചേർത്ത് എഴുതുക. ചരണ അധികം അരവിന്ദം. ചരണാരവിന്ദമാണ്. ബി ആണ് ആൻസർ. ചേർത്ത് എഴുതുക. കാക്ക അധികം പൊന്ന്. കാക്കപ്പൊന്നാണ്. ഡി ആണ് ആൻസർ. പിരിച്ചെഴുതുക. പൊൽത്തിടമ്പ്. എന്ത് വരും? പൊൻ പ്ലസ് തിടമ്പ്. പൊൽത്തിടമ്പ്. പൊൻ പ്ലസ് തിടമ്പാണ് പൊൽത്തിടമ്പ്. പിരിച്ചെഴുതുക. ഇവൾ. ഇ പ്ലസ് ആണ് വരേണ്ടത്. ഭോജിനി എന്ന പദത്തിന്റെ പുല്ലിംഗ പദം ഏതാണ്? ഭോജ്യാണ്. ചാതകം എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ചാതകിയാണ് ആൻസർ വരുന്നത്. ഡി. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളെ അർത്ഥം നഷ്ടപ്പെടുത്താതെ ചേർത്ത് എഴുതുക. കാറ്റു വീശി മഴ പെയ്തു. കാറ്റു വീശുകയും